ഓൾറെഡി എന്താ ചെയ്തിട്ടുള്ളത് നേരത്തെ? സ്മൂത്തനിങ് ആണ് ചെയ്തിട്ടുള്ളത്. സ്മൂത്തനിങ് ആണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് സ്മൂത്തനിങ്? സ്മൂത്തനിങ് ആദ്യം കുറച്ച് ദിവസം ഓക്കെ ആയിരുന്നു, പിന്നെ ചകിരി പോലെ ഇത് എങ്ങനെ ബോട്ടം കേളിയായിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പൊ വന്നതും പെർമനന്റ് ബ്ലോഡറായി മറ്റേത് ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്തനിങ് ചെയ്ത ഹെയർ പെർമനന്റ് ബ്ലോഡറായി കൊടുക്കുന്ന സമയത്ത് എന്റെ നമ്മുടെ ബോട്ടം മാത്രമാണ് നിങ്ങൾക്ക് കേളി ഇടാൻ പറ്റുന്നത്. ബാക്കി ഒരു സ്ട്രൈറ്റ് ലുക്ക് ആയിരിക്കും. അത് നമ്മളിപ്പോൾ ബൊട്ടോക്സ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. വെർജിൻ ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരു എൻഡ് പോർഷൻ ഇത്രയും വരെ കൊടുത്തിട്ട് ബാക്കി നമ്മൾ ബോട്ടമാണ് ഒരു കേളി ടെക്സിൽ ബേബി ടെക്സിൽ ഇടുന്നത്. അത് ഒരു വെർജിൻ ഹെയർ ആണെങ്കിൽ അത് കിട്ടും. പക്ഷെ നമുക്ക് ഈ ഓൾറെഡി ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയ ഹെയറിൽ ഇപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്ത് പോകില്ലേ, അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ സ്ട്രൈറ്റ് ലുക്കാണ് കാണിക്കുന്നത്. ബോട്ടം നേരത്തെ ചെയ്തെല്ലാം പോയി. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒരു സ്ട്രൈറ്റ് ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ട്രൈറ്റ് ലുക്കാണ് കിട്ടുന്നത്. നമ്മൾ ബോട്ടോക്സ് ചെയ്യുമ്പോഴും സ്ട്രൈറ്റ് ലുക്ക് വേണമെന്നുള്ളവർക്ക് നമുക്ക് സ്ട്രൈറ്റ് ലുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ബോട്ടം വോളിയം കൊടുക്കുന്നുള്ളവർക്ക് വോളിയം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഈ ടെക്സ്ചർ ഇപ്പോൾ എങ്ങനെയാണോ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രൈറ്റ് ലുക്കിലോട്ടേക്ക് നമുക്ക് ബോട്ടോക്സും കൊടുക്കാൻ പറ്റത്തുള്ളൂ. കൊടുക്കാൻ പറ്റാത്തതാണ്. പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. നമുക്കും സ്ട്രൈറ്റ് ലുക്ക് ചെയ്യുന്നതിനേക്കാളും താല്പര്യം ബ്ലോഡറി മെത്തേഡ് ചെയ്യുന്നതാണ് നമുക്കും താല്പര്യം. കൂടുതലും കസ്റ്റമർ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ താല്പര്യം. പക്ഷേ കിട്ടാത്തതിന് നമുക്കൊരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ പണങ്ങി പോയി. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ.